ഹലോ ഗായ്സ്, ഡേ 3 ട്രിപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നമ്മൾ തുടങ്ങുന്നത് തന്നെ ആ ഒരു വെക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നിന്നാണ്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. പിന്നെ അവിടെ നിന്നായിരുന്നു ഫുഡ് നമുക്കുണ്ടായിരുന്നത്. ഞാൻ ഇന്നും പൂരിയാണ് എടുത്തത്. പൂരി മാത്രമേ ഞാൻ എടുത്തുള്ളൂ, ബാക്കിയുള്ളവരും ഉപ്പുമാവ് കൂടെ എടുത്തു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്നത് ഒരു ടെമ്പിളിലാണ്. അവിടുത്തെ വ്യൂ എന്ന് പറയുന്ന സംഭവം അടിപൊളിയായിരുന്നു. ഓരോ എന്താണ് അവിടുത്തെ വർക്കുകളും എല്ലാം നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് എങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ഇതായിരുന്നു. അവിടുത്തെ ഓരോ പോർഷനാണെങ്കിലും അത് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും സംഭവം കാണുമ്പോഴാണ് നമുക്കത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് വ്യൂ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നമുക്ക് അവിടെ നിന്ന് ബിരിയാണിയായിരുന്നു കിട്ടിയത്. ബിരിയാണി കിട്ടിയ ഉടനെ എല്ലാവരും അതിലോട്ടായി ശ്രദ്ധ. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഗോൾഡൻ ടെമ്പിൾ. നമ്മളിപ്പോൾ കൂക്ക് പറയുമ്പോഴേ പെട്ടെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ എന്നാണ്. അതിൻ്റെ അകത്തുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. 3 ബുദ്ധന്മാരാണ് അവിടെ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇത്തിരി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അതിനുശേഷം നമ്മൾ പോയത് ഒരു ആനക്കിൻഡത്തിൽ. അവിടെ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ കയറിയതിന് ശേഷം നേരെ നമ്മളൊരു ഐലൻഡിൽ കയറും. ആ ഐലൻഡിലാണ് ഈ ആനയും ഇത് കുളിക്കാൻ പോകുന്നതും എല്ലാം ഉള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ആന കാല് എഴുന്നേക്കെ കാണുന്നത്. അത് ഈ വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മസ്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനം എന്ന് പറയുന്നത് ചോക്ലേറ്റ്. നമ്മൾ ഷോപ്പിങ്ങിന് പോയാലും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് ബെസ്റ്റ്. അതിനുശേഷം നമ്മൾ പോയത് ഒരു ഡാമിലാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത്. നമ്മുടെ ടൂർ പാക്കേജ് എന്ന് പറയുന്നത് ഡ്രീം ക്യാച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ നിന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അതുപോലെ പിന്നെ അതിനുശേഷം നമ്മൾ പോയെന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിനായിരുന്നു. പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടി. അതിനുശേഷം ഡി ജെ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയായിരുന്നു. അതിൽ കയറിയതിന് ശേഷം പിന്നെ പകുതി ബോധമേ ഇല്ലായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ള വല്ലാത്ത വൈബായിരുന്നു. അപ്പോഴാണ് എല്ലാവരും ഒന്ന് വലിയ എനർജി ആയിട്ട് കയറിയത്. അതിനുശേഷം നമ്മൾ ട്രാവലിംഗ് ആയിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം 4 മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.